നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയും അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് മനോഹരമായ ഒരു ചാർട്ട് കാണാം. അത് അത്രയും അകലെ നിന്ന് നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയുമോ എന്നറിഞ്ഞൂടെ. എന്റെ സ്നേഹിതൻ അതിരൂപന്റെ കഥയാണിത്. ദാനിയേൽ പ്രവചനത്തിന്റെ 2-ാം അധ്യായവും 7-ാം അധ്യായത്തിന്റെ ഒരു ചിത്രീകരണമാണിത്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുൻപ് ഇതിന്റെ പശ്ചാത്തലം ഞാൻ ഓർപ്പിക്കാം. ബാബിലോണിലെ നെബൂഖദ്നേസർ എന്ന രാജാവ് മരിച്ചതിന് ശേഷം നെബൂഖദ്നേസർ എന്നതിന്റെ മകൻ ഭരണകർത്താവായി. പിന്നീട് ബാബിലോൺ ഒരു സാമ്രാജ്യമായി മാറുകയായിരുന്നു. അനവധി രാജ്യങ്ങൾ ബാബിലോണിന്റെ കീഴിലായി. ഇന്നത്തെ പലസ്തീൻ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ലെബനോൺ, ഇന്നത്തെ സൈപ്രസ്, ഇന്നത്തെ കുവൈറ്റ്, ഇന്നത്തെ ഈജിപ്റ്റ്, ഇന്നത്തെ ഇറാൻ, സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ, യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, ഇവയെല്ലാം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ കീഴിലായി. ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖിൽ നിന്നും 98 കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണമാണ്. ആ പേരിൽ ഇന്നും അറിയപ്പെടുന്നുണ്ട്. ഇറാഖിന്റെ പൗരാണികമായ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ബാബിലോൺ. 2 നദികളുടെ ഇടയിലുള്ള സ്ഥലം മെസൊപ്പൊട്ടേമിയ. വളരെയധികം വളക്കൂറുണ്ടായിരുന്ന ഒരു മണ്ണ്. മനുഷ്യ സംസ്കാരമെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു തൊട്ടിലായിരുന്നു ബാബിലോൺ. മഹാനായ ഹുമ്രാബിയുടെയൊക്കെ കാലം ദലോഗിവ എന്നറിയപ്പെട്ട മനുഷ്യൻ മാനവലോകത്തിൽ ആദ്യമായിട്ട് നിയമസംഹിതകൾ എഴുത്തുരൂപേണ തന്റെ ടാബ്ലറ്റുകളിൽ വ്യക്തമാക്കിയ തുടങ്ങി. പിന്നെ ബാബിലോൺ കോട്ട, ഗോപുരം പണിത നിമ്രോദ് തുടങ്ങി. ഇങ്ങനെ അനേക പൂർവിക ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ബാബിലോൺ. ആ ബാബിലോണിന്റെ സാമ്രാജ്യാധിപനായിട്ട് നെബൂഖദ്നേസർ എന്ന വ്യക്തി തീർന്നു. അയാൾ ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം താൻ മറന്നുപോയി. പക്ഷേ രാജാവിന് പിന്നെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുൻപ് BC 606 കാലഘട്ടത്തിൽ ബാബിലോണിലെ രാജധാനിയിൽ താൻ കണ്ട സ്വപ്നം. അവിടെയായിരുന്നു ലോകത്തിലെ ഏറ്റവും അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടായിരുന്നത്. ഈ നെബൂഖദ്നേസറാണ് ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കിയത്. തൂക്കുവനം, തന്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുവാനായിട്ടുണ്ടാക്കിയ തൂക്കുവനം. അത് നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ ഉൾപ്പെടെ ആ കാലങ്ങളിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഈ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ താൻ വ്യാകുലനായി. അത് താൻ മറന്നുപോയി. എങ്കിലും മനസ്സിൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെയായി. വളരെയധികം മന്ത്രവാദികളെയും ലക്ഷണവിധികൾ അറിയാവുന്നവരെയും ആത്മാക്കളുമായി ബന്ധമുള്ളവരെയും ഗവൺമെന്റിന്റെ ചിലവിൽ തന്നെ അവിടെ വളർത്തുന്നുണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സങ്കീർണ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ കടന്നു വരികയും അവർ പ്രശ്നങ്ങൾ വെച്ച് കാരണങ്ങൾ പറയുകയും അതിന്റെ
പ്രതിവിധികൾ ഓർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ബാബിലോണിൽ ഉണ്ടായിരുന്ന ആധ്യാത്മികരായിട്ട് മതപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന ശകുനവാദികളെയും മന്ത്രവാദികളെയും എല്ലാം രാജാവ് വിളിച്ചുകൂട്ടി. അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി രാജാവിന്റെ അടുക്കൽ ചെന്നു. രാജാവ് അവരോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു, പക്ഷെ മറന്നു. നിങ്ങളുടെ ആത്മീയത കൊണ്ട് നിങ്ങൾ ബന്ധപ്പെടുന്ന ആത്മാക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട സ്വപ്നവും പറയണം, അതിന്റെ അർത്ഥം എന്താണെന്നും പറയണം. അവർ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഇതിൽ വലിയൊരു കുരുക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. രാജാവ് കണ്ട സ്വപ്നം ഇവർ ആദ്യം പറയണം, അതിനുശേഷം അതിന്റെ വ്യാഖ്യാനവും പറയണം. രാജാവ് ഇവരെ പരീക്ഷിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ തല പോകുന്ന പരിപാടിയാണ്. രാജാവാകട്ടെ അതീവ ബുദ്ധിമാനൻ. താൻ കണ്ട സ്വപ്നം പറയാതെ തന്നെ ഗ്രഹിച്ചെടുത്ത് പറയുവാൻ കഴിയുന്നവനിൽ ദേവന്മാരുടെ ആത്മാക്കൾ ഉണ്ടായിരിക്കുമെന്നും അവർ നൽകുന്ന വ്യാഖ്യാനം ശരിയായിരിക്കുമെന്നും അദ്ദേഹവും കരുതി. കുറെ കഴിഞ്ഞപ്പോൾ അവരെല്ലാം വന്നു പറഞ്ഞു, രാജാവേ, ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. രാജാവ് കണ്ട സ്വപ്നം ഞങ്ങളോട് പറയണം, എന്നാൽ അതിന്റെ അർത്ഥവും ഞങ്ങൾ പറയാം. രാജാവ് പറഞ്ഞു, സാധ്യമല്ല. ഞാൻ കണ്ട സ്വപ്നവും പറയണം, അതിന്റെ അർത്ഥവും പറയണം. അല്ലെങ്കിൽ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നുകളയുവാനുള്ള കൽപ്പന ഞാൻ പുറപ്പെടുവിക്കും. കൽപ്പന അദ്ദേഹം പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ നെബൂഖദ്നേസറിന്റെ സൈന്യാധിപനിൽ ഒരാളായിരുന്ന ഒരാളെ കൊണ്ട് അവരെ കൊല്ലുവാനായിട്ട് അയാളെ കൊണ്ട് കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ബാബിലോണിൽ ഉണ്ടായിരുന്ന മന്ത്രവാദികളും ശകുനവാദികളും യഹോവ ഭക്തന്മാരായിരുന്ന ദാനിയേൽ ഉൾപ്പെടെയുള്ള ആൾക്കാരും മതവിശ്വാസികളും ഭയവികലരായി. രാജാവിന്റെ കോപത്തെ തണിപ്പിക്കുവാൻ ആരുമില്ല, ചോദ്യം ചെയ്യുവാനും ആരുമില്ല. താൻ ചക്രവർത്തിയാണ്. കോടതിയും വക്കീലും വക്കാലത്തുമൊന്നും അവിടെ വില പോവുകയില്ല. അദ്ദേഹം കൊല്ലുവാൻ പറഞ്ഞാൽ കൊല്ലുക എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക മാത്രം. നൂറുകണക്കിന് കുടുംബങ്ങൾ മരണത്തിന്റെ പിടിയിലായിരുന്ന സന്ദർഭത്തിൽ യഹോവഭക്തരായിരുന്ന ദാനിയേലിനെയും തന്റെ സ്നേഹിതരെയും രാജാവ് ഒരേ കാറ്റഗറിയിലാണ് കണ്ടത്. അവരും ഭയവികലരായി. ആര്യോക്ക് ശിക്ഷ നടപ്പാക്കുവാനായിട്ട് പടയാളികളുമായി പോകുവാൻ ഒരുങ്ങുമ്പോൾ ദാനിയേൽ എന്ന പ്രവാചകൻ ബന്ധപ്പെട്ട് ഈ സൈന്യാധിപന്റെ അടുക്കലേക്ക് എന്ന് ചോദിച്ചു, മഹാനായ സൈന്യാധിപനെ, എന്താണ് ഇങ്ങനൊരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ? ഇവിടെയുള്ള പാവങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെയുള്ള ശകുനവാദികൾ, മന്ത്രവാദികൾ അല്ലെങ്കിൽ മതഭക്തന്മാർ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ആര്യോ ദാനിയേലിനോട് പറഞ്ഞു, രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണെന്ന് പറയണം, അതിന്റെ അർത്ഥവും പറയണം. അത് നിങ്ങൾക്കാർക്കും പറയുവാൻ കഴിയാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മീയത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളെ കൊല്ലുവാൻ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദാനിയേലും ആ കൂട്ടത്തിൽ കൊല്ലപ്പെടും. അദ്ദേഹം ഈ സൈന്യാധിപനോട് പറഞ്ഞു, സാർ, ഒരല്പം സമയം ഞങ്ങൾക്ക് തരണം, ദയവായി ഒരു രാത്രി കൂടെ. അത് കഴിഞ്ഞ് നിങ്ങൾ ശിക്ഷ നടത്തിക്കൊള്ളുക. ദാനിയേലിലെ ചില സ്നേഹിതർ ബാബിലോണിലെ സൈനിക കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ആകപ്പാടെ 4 പേർ. ആ 4 ചെറുപ്പക്കാർ ഒരു മുറിയിൽ പ്രാർത്ഥനയ്ക്കായി കൂടി. അവരെന്തായിരുന്നു എന്ന് പ്രാർത്ഥിച്ചെന്നറിയാമോ? ദൈവമേ, ഈ ബാബിലോണിന്റെ ചക്രവർത്തി കണ്ട സ്വപ്നം
ഞങ്ങളെ കാണിക്കണം, അതിന്റെ അർത്ഥവും പറയണം, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെ കൊല്ലും. നിരപരാധികളായിട്ടുള്ള മത നേതൃത്വങ്ങളെയും മതവിശ്വാസികളെയും കൊന്നുകളയും. അങ്ങനെ അവർ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂര്യനെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകല ധരാതലങ്ങളെ സൃഷ്ടിച്ച സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ സാക്ഷാൽ ദൈവം, ഏകദൈവം, യഹോവയായ ദൈവം ബാബിലോണിന്റെ ചക്രവർത്തി കണ്ട സ്വപ്നം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്തു. 2600 വർഷങ്ങൾക്ക് മുൻപ് കണ്ട ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും അതിന്റെ അർത്ഥവും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സുണ്ടായ ദർശനവും ആവിത്. ദാനിയേൽ രാജാവിന്റെ സ്വപ്നം അങ്ങോട്ട് പറയുകയാണ്, രാജാവേ, ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാതിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നു. ദാനിയേലിന്റെ വിനയം, എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരു എഴുത്തിനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടില്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സിനെ കൊണ്ട് അറിയിക്കേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം. ആ ബിംബത്തിന്റെ ചിത്രം ഇവിടെ കാണാം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ പോവുകയാണ്. രാജാവ് കണ്ട ദർശനമോ വലിയ ഒരു ബിംബം, വലുപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ഒരു ബിംബം തിരുമുൻപിൽ നിന്നും. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറിഞ്ഞുകൊണ്ട് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിലടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പാറിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. താൻ കണ്ട അതേ സ്വപ്നം വള്ളി തെറ്റാതെ ദാനിയേൽ പറയുക. ദാനിയേൽ തുടർന്നു, അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സിനെ അറിയിക്കുക. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു.
എല്ലാത്തിനും തിരുമനസിനെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്ന താമരം കൊണ്ടുള്ള മൂന്നാമത്തെ രാജ്യത്വവും ഉത്ഭവിക്കും. ലോകത്തിലുണ്ടാകേണ്ട സാമ്രാജ്യങ്ങളുടെ പ്രവചനങ്ങളാണ്. മൂന്നാമതൊരു രാജ്യവും ഉത്ഭവിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർന്ന ഇരുമ്പ് പോലെ അവയൊക്കെയും ഇടിച്ചു തകർത്ത് കളയുന്നു. കാലും കാൽവിരൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ? അത് ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതും കളിമണ്ണും ആയിരിക്കുന്നത് പോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ബലം കുറഞ്ഞതുമായിരിക്കും. മറ്റൊരു വ്യാഖ്യാനം കൂടി ഉണ്ടതിന്. ഇരുമ്പും കളിമണ്ണും ഇടർന്നു കലർന്നതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും. സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മക്കൾ ഒരേ കുടുംബത്തിൽ ഇടകലരുമെങ്കിലും ഭരണത്തിൽ വരുമ്പോൾ വ്യത്യാസം വരും. നോക്കുക, അവർ മനുഷ്യബീജത്തിൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഭരണങ്ങളുടെ കണ്ടിന്യൂഷൻ ഇവിടെ പറയുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ഈ വചനങ്ങൾക്കായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾക്ക് കാണാമെങ്കിൽ ഈ ചാർട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ഇതായിരുന്നു. തങ്കം കൊണ്ടുള്ള തലയുള്ള, താമരം കൊണ്ടുള്ള നെഞ്ചും കൈകളുമുള്ള, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളുമുള്ള, താമരം കൊണ്ടുള്ള അരയുള്ള, ഇരുമ്പ് കൊണ്ടുള്ള തുടയുള്ള, ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലുകളുള്ള, ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള 10 കാൽവിരലുകളുള്ള ഒരു ബിംബമാണ് ബാബിലോണിന്റെ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ കണ്ടത്. അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വേദപുസ്തക പഠിതാവോ അധ്യാപകനോ ആയിരുന്നില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ ഒരു കള്ളുകുടിയനായിരുന്നു. എങ്കിലും ദൈവത്തിന് അയാളെ കൊണ്ടും ഉദ്ദേശം ഉണ്ടായിരുന്നു. തന്റെ ഹിതം ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെയും അഭിഷേകം ചെയ്യുന്ന ഒരു രംഗം യെശയ്യാ പ്രവചനത്തിൽ വായിച്ചാൽ നമുക്കറിയാം. ആ അഭിഷേകം ഏതെല്ലാം അഭിഷേകമാണെന്ന് ഇപ്പോൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു ബിംബം അദ്ദേഹം കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. കാരണം ഇതിന്റെ സ്ട്രക്ചർ തന്നെ ശരിയല്ല. തല സ്വർണം, നെഞ്ചും കൈയും വെള്ളി, അര താമ്രം, പിന്നെ ഇരുമ്പ്, പിന്നെ കളിമണ്ണും ഇരുമ്പുമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രതിമയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. കാരണം കാൽഭാഗം ബലഹീനമാണല്ലോ, ഇത് ആടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലോകത്തിൽ ഒരിക്കലും ഇങ്ങനെ ആരും ഉണ്ടാക്കിയില്ല. ഒന്നെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ കല്ല് കൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ താമരം കൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കും. ഇങ്ങനെ കണ്ണം വെച്ചൊരു കോട്ട് പോലെ ഉണ്ടാക്കാറില്ല. മാത്രമല്ല, ഒരു കല്ല് വന്ന് ഇതിനെ തകർക്കുന്നു, അതങ്ങ് പൊടിഞ്ഞു പോകുന്നു, പിന്നെ അതങ്ങ് ആ കല്ല് വലിയ പർവ്വതമാകുന്നു. ഇതാണ് അദ്ദേഹം കണ്ടതായിട്ടുള്ള സ്വപ്നം. അദ്ദേഹം മറന്നുപോയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ ഭയമായി പോയി. ദാനിയേൽ അദ്ദേഹം കണ്ട സ്വപ്നമെല്ലാം അദ്ദേഹത്തോട് പറയുക മാത്രമല്ല, അതിന്റെ അർത്ഥവും പറഞ്ഞു. ഈ ബിംബത്തിന്റെ തങ്കം കൊണ്ടുള്ള തല തിരുമേനിയാണ്
അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യമാണ്. ഇവിടെ കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് യേശു ക്രിസ്തുവിന്റെ സാമ്രാജ്യമാണ്. BC 606 മുതൽ യേശു ക്രിസ്തുവിന്റെ ഭരണം വരെയുള്ള കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ സ്കെയിലാണ് ഇവിടെ പ്രവാചകൻ കണ്ടത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. എന്ന് പറഞ്ഞാൽ BC 606 മുതൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഭരിക്കുന്നത് വരെ ഏതെല്ലാം ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും അതിന്റെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നും യേശു ക്രിസ്തുവിന്റെ ഭരണം എപ്പോൾ ഇവിടെ വരുമെന്നും ദൈവ വിശ്വാസികൾക്ക്, വേദ പഠിതാക്കൾക്ക് അളക്കുവാനുള്ള ഒരു സ്കെയിലാണിത്. BC 606 മുതൽ യേശുവിന്റെ ഭരണം വരുന്നത് വരെയുള്ള കാലഘട്ടം. അതിൽ പ്രത്യേകമായി പറഞ്ഞു, തങ്കങ്ങളുള്ള തല അവിടെ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യമാണ്. അതിന്റെ തുടക്കവും പറഞ്ഞു, അതിന്റെ അവസാനവും സ്വർഗസ്ഥനായ ദൈവം സ്ഥാപിക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്കുള്ള രാജ്യവും പറഞ്ഞു. രണ്ടാമതൊരു രാജ്യമുണ്ടാകും, മൂന്നാമതൊരു രാജ്യമുണ്ടാകും, നാലാമതൊരു രാജ്യമുണ്ടാകും. ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഇരുമ്പ് പോലെ ഉറപ്പുള്ള രാജ്യമുണ്ടാകും, പിന്നെ ഉറപ്പില്ലാത്ത രാജ്യമുണ്ടാകും, പിന്നെ ഇരുമ്പും കളിമണ്ണും കൂടിയുള്ള കൂട്ടൽ മന്ത്രിസഭയുണ്ടാകും, പിന്നെ 10 രാജാക്കന്മാരുടെ ഒരു ഭരണം ഉണ്ടാകും. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മളത് നാളെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇനി ഈ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് കടന്നു പോകണം. വേഗം ഞാനൊന്ന് പറയാം. BC 606 മുതൽ 538 വരെയുള്ള കാലഘട്ടമാണ് ഈ തങ്കം കൊണ്ടുള്ള തല, ഈ സ്കെയിൽ. BC 538 മുതൽ BC 330 വരെയുള്ള കാലഘട്ടത്തിന്റെ സ്കെയിലാണ് ഈ നെഞ്ചും കൈകളും ഈ വെള്ളി. 330 മുതൽ BC 30 വരെയുള്ള കാലഘട്ടമാണ് ഈ താമ്രം കൊണ്ടുള്ള അര, ആ സ്കെയിൽ. ആ സ്കെയിലിന്റെ വലുപ്പം തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. ഓരോന്നിന്റെയും ദൈർഘ്യം 170 ആണെങ്കിൽ മറ്റത് 200-ലധികം വരുന്നു, പിന്നെയും 180ഓളം വരുന്നു, കുറയുന്നു. പിന്നെ അടുത്തത് BC 330 മുതലാണ്. അത് കുറെ കാലഘട്ടം അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് പോവുകയാണ് റോമൻ സാമ്രാജ്യം. പിന്നെയുള്ള ഈ കാലഘട്ടത്തിലെ ഭരണങ്ങൾ, ഇത് ഒരു രാഷ്ട്രീയ സ്കെയിലാണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും നമ്മുടെ ചിന്തകൾ വേഗം ഒന്ന് കടന്നു പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രാഷ്ട്രീയ സ്കെയിലിലൂടെ ലോകത്തിലെ ഓരോ ഭരണകൂടങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും ഇതിന്റെയൊക്കെ അവസാനം എങ്ങനെയായിരിക്കുമെന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നീണ്ട 70 വർഷമാണല്ലോ നെബൂഖദ്നേസർ ബാബിലോൺ സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ദാനിയേൽ പറഞ്ഞു, തിരുമേനി, തങ്കം കൊണ്ടുള്ള തല അവിടെ നിന്നാണ്, പക്ഷേ അങ്ങയുടെ സാമ്രാജ്യം നിലനിൽക്കുകയില്ല. കുറെ കഴിയുമ്പോൾ അങ്ങയേക്കാൾ അല്പം താണ്, അല്ലെങ്കിൽ സ്വർണത്തെക്കാൾ വെള്ളിക്ക് വില കുറവായതുപോലെ തന്നെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അത്രയും മാറ്റില്ലാത്ത ഒരു ഭരണകൂടം രണ്ടാമതായിട്ട് ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പ്രവചനം BC 539 നിറവേറി. ഇതിനിടയ്ക്ക് 6 ഭരണകർത്താക്കന്മാർ ബാബിലോണിൽ ഭരിച്ചു. നെബോപോലിസർ BC 625 മുതൽ 605 വരെ. തന്റെ മകനായ നെബൂഖദ്നേസർ BC 605 മുതൽ 562 വരെ. എവിൻ മെലക് BC 562 മുതൽ BC 560 വരെ. തെരിക്ലേസർ BC 560 മുതൽ BC 556 വരെ. ലബീഷ് മർദുക്ക് അധികം ഭരിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല, ചില മാസം. BC 556. നെബോഡിനസ് ആയിരുന്നു അവസാനത്തെ ഭരണകർത്താവ്. അദ്ദേഹത്തിന്റെ മകൻ ബെൽസസർ ആയിരുന്നു ബാബിലോൺ പട്ടണത്തെ അവസാനമായി ഭരിച്ചത്. BC 556 മുതൽ BC 539 വരെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ മഹാനായ സൈറസ് ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കി. ദാനിയേൽ പ്രവചിച്ചതുപോലെ തന്നെ ബാബിലോൺ സാമ്രാജ്യം
സാമ്രാജ്യങ്ങളുടെ ഉണ്ടായി. ഇരമ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ 70 വർഷം നിന്നു. ദാനിയേൽ വ്യാഖ്യാനിച്ചതുപോലെ തന്നെ, യെശയ്യാവ് 45 പ്രവചിച്ചതുപോലെ തന്നെ, മഹാനായ സൈറസ് BC 539 ഓഗസ്റ്റ് മാസം ബാബിലോണിനെ തകർത്ത് ഇറാന്റെ കൊടി ഉയർത്തി. പിന്നെ ഇവിടെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലമാണ്. പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയായിരുന്നു അവരുടെ രാജ്യങ്ങൾ. വലിയൊരു രാജ്യമായിരുന്നു. ഇന്ത്യ അവരുടെ 5ാമത്തെ സത്രാപ്പായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ഇവിടെ പാഴ്സികൾ ഇന്ത്യയിൽ വന്നത്. പാഴ്സികളും ജൂതന്മാരും ഇവിടെ കുടിയേറി പാർത്തവരാണ്. ബഹുമാനപ്പെട്ട സുദർശൻ പറഞ്ഞതുപോലെ ഇവിടെ ക്രൈസ്തവരും ഇവിടെയുള്ള മുസ്ലിങ്ങളും കുടിയേറി പാർത്തവരെല്ലാവർ ഭാരതത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ പാഴ്സികൾ ഇവിടെ കുടിയേറി പാർത്തവരാണ്. ജൂതന്മാരും ഇവിടെ കുടിയേറി പാർത്തവരാണ്. പാഴ്സികളിൽ ഒരാളായിരുന്നു ഫെറൂസ് ഗാന്ധി. ഫെറൂസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്നു. രാജീവ് ഗാന്ധിയുടെ പിതാവായിരുന്നു. ആ പേർഷ്യൻ സംസ്കാരവും പേർഷ്യൻ മതചിന്തകളും നമ്മുടെ ഭാഷകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ദീർഘവർഷങ്ങൾ അവർ ഭരിച്ചു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ ദാനിയേൽ പ്രധാനമന്ത്രിയായിരുന്നു. ചക്രവർത്തി കഴിഞ്ഞാൽ 3 പേരായിരുന്നു പ്രധാനികൾ, 3 പ്രധാനമന്ത്രിമാർ. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ദാനിയേൽ. പേർഷ്യൻ സാമ്രാജ്യ കാലങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ബൈബിളിലെ ദാനിയേൽ. ഇന്ത്യയുടെ മാത്രമല്ല, പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അറബി രാജ്യങ്ങളുടെയും ഒക്കെ പ്രധാനമന്ത്രിയായിരുന്നു ഈ ദർശനം വ്യാഖ്യാനിച്ച ദാനിയേൽ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വളരെയധികം ഭരണകർത്താക്കൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അവർ യഹൂദന്റെ ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുത്തവരായിരുന്നു. യഹൂദന്റെ ദൈവത്തെ അവർ അംഗീകരിച്ചില്ലെങ്കിലും യഹൂദന്റെ മതത്തെ പീഡിപ്പിക്കുവാൻ അവർ തയ്യാറായില്ല. ആരുടെയും ആരാധന സ്വാതന്ത്ര്യത്തിനെതിരായി കൈവെക്കുവാൻ അവർ തയ്യാറായില്ല. തങ്ങളുടെ പ്രജകൾക്കെല്ലാം അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വളരെ തന്ത്രപരമായ ഒരു പ്രയോഗത്തിൽ ദാനിയേലിനെ കൊടുക്കുവാൻ ചില കാര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടതൊഴിച്ച് അങ്ങനെ ഒരു മതപീഡനത്തിന്റെ കറുത്ത പൊട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഹാമാൻ തുടങ്ങിയവരുടെ ചില തന്ത്രങ്ങൾ മുഖാന്തരം ചില കറുത്ത അധ്യായങ്ങൾ അവരുടെ സാമ്രാജ്യങ്ങളിൽ വീണിട്ടുണ്ട്. മഹാനായ സൈറസ് BC 539 മുതൽ 530 വരെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണകർത്താവായിരുന്നു. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ, ഇപ്പം ഹേരോദാവ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു പേഴ്സണൽ നൗൺ ഉണ്ടായിരിക്കും, ഒരു വ്യക്തിപരമായ പേര് കാണും. ഇപ്പൊ ഫറോ, ഹേരോദാവ്, ദാരിയാവേശ്, അർത്ഥവിശേഷ എന്നൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അതൊരു വ്യക്തിയല്ല, അവർക്കൊക്കെ വ്യക്തിപരമായ പേരുകളുണ്ട്. അതുകൊണ്ട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പേരുകളുടെ വ്യത്യാസം ഈ നിലയിൽ വരാവുന്നതാണെന്ന് നമ്മൾ ചരിത്ര വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കോഴ്സ് തന്നെയാണ് സൈറസ്. BC 539 മുതൽ 530 വരെ സൈറസ് ഭരിച്ചു. പിന്നെ കെബീസസ് BC 530 മുതൽ BC 522 വരെ. ദാരിയാവേസ് ഒന്നാണ് BC 522 മുതൽ BC 486 വരെ. സർക്കസസ് ഇയാൾ വലിയ മിടുക്കനായിരുന്നു. BC 486 മുതൽ BC 465 വരെ. അർത്ഥവിശിഷ്ട ഒന്നാണ് 465 മുതൽ 423. ദാരിയാവേസ് 2ആണ് 423 മുതൽ 404 വരെ. അർത്ഥവിശിഷ്ട 2ആണ് 404 മുതൽ BC 359 വരെ. അർത്ഥവിശിഷ്ട 3ആണ് BC 559 മുതൽ BC 338 വരെ. അർസസസ് 338 മുതൽ 335 വരെ. അവസാന ഭരണകർത്താവ് ദാരിയാവേശ്. ഗ്രാനിക്കസ് യുദ്ധത്തിൽ ദാരിയാവേശിനെ 2 പ്രാവശ്യമാണ് അലക്സാണ്ടർ പരാജയപ്പെടുന്നത്. ഒന്ന് ഗ്രാനിക്കസിൽ വെച്ച്. ആ യുദ്ധത്തില് അലക്സാണ്ടർ ദാരിയാവേശിന്റെ ഭാര്യയെയും
തന്റെ അമ്മയെ തടവിലാക്കി. പക്ഷെ ദാരിയാവേശ് രക്ഷപ്പെട്ടുപോയി. പിന്നീട് അർബനിൽ വെച്ച് അലക്സാണ്ടർ ദാരിയാവേശിനെ പരാജയപ്പെടുത്തി. ദാരിയാവേശിനെ താൻ കൊന്നില്ല, ദാരിയാവേശിനെ സ്വന്തം പടയാളികൾ തന്നെ കൊന്നുകളാണ്. അലക്സാണ്ടർ ചെല്ലുമ്പോൾ ദാരിയാവേശ് മരിച്ചു കിടക്കുകയാണ്. ദാരിയാവേശ് മൂന്നാമൻ. പിന്നെ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ശൂഷാൻ രാജധാനി കത്തിക്കുകയാണ്. സെർക്കസസിന്റെ കാലത്ത് ഏതെങ്കിലും ഗ്രീസിന്റെ മാസിഡോണിയൻ മേഖലകളിൽ കടന്നാക്രമണം നടത്തിയത് കൊണ്ടുള്ള പ്രതികാരമായിട്ടാണ് അലക്സാണ്ടർ അത് നടത്തിയത്. പക്ഷെങ്കിൽ ദാനിയേൽ പ്രവചിച്ചതുപോലെ മൂന്നാമത് ഒരു സാമ്രാജ്യം ഉണ്ടാകേണ്ടതായിരുന്നു. തങ്കം കൊണ്ടുള്ള തലയായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞാൽ വെള്ളി കൊണ്ടുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ മേദ്യ പേർഷ്യ സാമ്രാജ്യം ഈ ലോകത്തിലുണ്ടായി. മേദ്യ പേർഷ്യ സാമ്രാജ്യവും തകർക്കപ്പെട്ടു. മൂന്നാമതൊരു സാമ്രാജ്യം ഉണ്ടായി, മഹാനായ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം. അലക്സാണ്ടറിനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മഹാനായ അലക്സാണ്ടർ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കിയ ചില ദ്വീപുകളിൽ എനിക്ക് യാത്ര ചെയ്യുവാനിടയായിട്ടുണ്ട്. ഒറ്റ കാര്യം കൊണ്ട് മാത്രം, അദ്ദേഹം ഒരു വിശ്വാസിയോ വിശുദ്ധനോ ആയിരുന്നത് കൊണ്ടല്ല. ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എഴുതിയിരുന്നത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുവാൻ എന്റെ ഹൃദയത്തിൽ ആഴമേറിയ ആഗ്രഹങ്ങൾ ഉണ്ടായി. തന്റെ പിതാവായ ഫിലിപ്പ് വധിക്കപ്പെട്ടു. ഒരുപക്ഷെ അലക്സാണ്ടറിന്റെ മാതാവ് തന്നെ ആയിരിക്കാം അതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ മറ്റാരുമായിരിക്കാം, നമുക്കതറിഞ്ഞുകൂടാ. 20 വയസ്സുള്ള അലക്സാണ്ടർ രാജ്യഭാരം ഏറ്റെടുക്കുന്നു. താന് യുദ്ധത്തിന് വേണ്ടി തിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ കാലാൾപ്പടകളും കുതിരപ്പടകളെയും കൂടാതെ സാഹിത്യകാരന്മാർ, ചരിത്രകാരന്മാർ എന്ന് പറയുന്ന ഒരു വലിയ സംഘവും തന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ താൻ ഗ്രാനിക്കസിൽ ദാരിയാവേശിനോട് ഏറ്റുമുട്ടുന്നു. ഷോറിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്നു, അതിനെ കീഴടക്കുന്നു, തന്നെ കുറിച്ചുള്ള പ്രവചനമോട് നിറവേറ്റുന്നു. വീണ്ടും അദ്ദേഹം ഇസ്രയേലിലേക്ക് വരുന്നു. ഇസ്രയേലിൽ യുദ്ധം കൂടാതെ തന്നെ അത് കീഴടങ്ങുന്നു. അവിടുത്തെ പുരോഹിതൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അവിടുന്ന് താൻ വീണ്ടും യാത്ര ചെയ്ത് പേർഷ്യൻ സാമ്രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കുന്നു. അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ ഗ്രീക്ക് കോളനികൾ സ്ഥാപിക്കുന്നു. താൻ മടങ്ങി ഇറാഖിൽ പോയി മരിക്കുന്നു. താമ്രം പോലെ സുശക്തമായ ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം ദാനിയേൽ പ്രവചനം 11 എഴുതിയിരിക്കുന്നത് പോലെ തന്റെ തലമുറകൾക്ക് ലഭിക്കാതെ രാജ്യം 4 സൈന്യാധിപന്മാർ തിരിച്ചെടുത്തു. സെലൂക്കസ്, ടോളമി, കാസൻഡർ, ലിസിമാക്കിസ് എന്ന 4 പേർ സാമ്രാജ്യം 4ആയിട്ട് വിഭജിക്കുന്നതോടുകൂടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ സാമ്രാജ്യവും കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ദാനിയേലില്ല. ദാനിയേലിന്റെ കാലഘട്ടം ഈ ബാബിലോണിന്റെ കാലഘട്ടമാണ്. അദ്ദേഹത്തിന് ഏകദേശം ഈ 2 സാമ്രാജ്യത്തിന്റെ, ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവനും അടുത്ത സാമ്രാജ്യത്തിന്റെ കുറച്ചു ഭാഗം കാണുവാനേ കഴിഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം വ്യാഖ്യാനിച്ചതുപോലെ ബാബിലോൺ സാമ്രാജ്യം കടന്നുപോയി, മേദ്യ പേർഷ്യ സാമ്രാജ്യവും കടന്നുപോയി. എന്നാൽ വളരെ രസകരമായ ഒരു കാര്യം, ഈ കല്ല് ഈ രാഷ്ട്രീയ ബിംബത്തെ ഇടിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കും? കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും കളിമണ്ണുമുള്ള ബിംബത്തെയാണ് ഇടിക്കുന്നത്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞു പോയെങ്കിൽ, പേർഷ്യൻ സാമ്രാജ്യം കഴിഞ്ഞു പോയെങ്കിൽ, ഗ്രീക്ക് സാമ്രാജ്യം കഴിഞ്ഞു പോയെങ്കിൽ യേശുവിന്റെ വരവിൽ എങ്ങനെ സംഭവിക്കും? അതുകൊണ്ടാണ് അത് സാമ്രാജ്യമായി ഇന്ന് നിൽക്കുന്നില്ലെങ്കിലും, ഇന്ന് ബാബിലോൺ സാമ്രാജ്യം ഇല്ലെങ്കിലും ബാബിലോൺ ശോഷിച്ച് ഇറാഖ് എന്ന പേരിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, എത്ര ശക്തമായിട്ട് അമേരിക്ക പരിശ്രമിച്ചാലും ഇറാഖിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല.
യേശുവിന്റെ രാജ്യഭരണത്തിന്റെ ആരംഭം വരെയും നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഇറാഖ്. ഇറാഖിൽ അമേരിക്ക കനത്ത ബോംബാക്രമണം നടത്തുന്ന സമയത്ത് എനിക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ 13 കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു. ഈ 13 കൺവെൻഷനുകളിൽ മിക്കവാറുമുള്ള കൺവെൻഷനിൽ ഞാൻ ഉറക്കെ പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇറാഖിനെ നശിപ്പിക്കാൻ ഒക്കെയില്ല. അതിനെ കീഴടക്കാൻ കഴിഞ്ഞിരിക്കും, കുറെ നാൾ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിരിക്കും. എന്തുകൊണ്ട് സാധ്യമല്ല? യുഗാന്ത്യം വരെയും ഇറാഖ് നിലനിന്നേ നോക്കൂ. ഇറാഖ് ഇനിയും ശക്തമാകും. അതിനെക്കുറിച്ച് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ചിന്തിക്കും. ഈ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും മറ്റൊരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അടുത്തത് മേദ്യ പേർഷ്യയുടെ ഭരണം കഴിഞ്ഞെങ്കിലും ഇറാൻ ഇന്ന് ശേഷിക്കുന്നുണ്ട്. ഇറാനെയും ആർക്കും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. യുഗാന്ത്യം വരെ ഇറാനും ഉണ്ടായിരിക്കും. ഗ്രീക്ക് സാമ്രാജ്യം നശിച്ചുവെങ്കിലും ഗ്രീസ് ഇന്നുമുണ്ട്. ഗ്രീസിനെയും ആർക്കും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. യുഗാന്ത്യം വരെ ഗ്രീസും ഉണ്ടായിരിക്കും. അലക്സാണ്ടറിന്റെ മരണത്തോടെ രാജ്യം 4 വിഭജിക്കപ്പെട്ടു. സൈന്യാധിപന്മാരുടെ ഭരണങ്ങളിൽ ടോളമി സെലൂക്കസ് ഭരണമാണ് അല്പം പ്രബലമായി നിന്നത്. മറ്റുള്ളവരുടെ ഭരണമെല്ലാം കാലക്രമേണ കടന്നുപോയി. സെലൂക്കസ് ടോളമിമാർ ഈ പലസ്തീന്റെ ഇരുവശങ്ങളിലും തെക്കും വടക്കുമായിട്ട്, അഥവാ ഈജിപ്തിലും സിറിയയിലുമായിട്ട് ഭരണം നടത്തിയതുകൊണ്ട് നീണ്ട വർഷങ്ങൾ അവർക്ക് ഭരിക്കുവാൻ കഴിയും. അവരോടുള്ള യുദ്ധങ്ങളൊക്കെയാണ് മക്കാബി യുദ്ധത്തിലേക്കും പിന്നെ റോമക്കാര് യഹൂദന്മാരോട് എതിരുന്നതും അവരെല്ലാം ചെതറപ്പെടുന്നതും ആ വഴിയെ തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ വരുവാനും ഒക്കെ വഴിതെളിച്ചതിന്റെ ചരിത്രം അതിന്റെ പിന്നിൽ ഉറഞ്ഞു കിടക്കുന്നുണ്ട്. 4ാമത്തെ സാമ്രാജ്യം പ്രവാചകൻ പറഞ്ഞതുപോലെ റോമൻ സാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യത്തെ നെബൂഖദ്നേസർ കണ്ടതും ദാനിയേൽ വ്യാഖ്യാനിച്ചതും ഇരുമ്പിന് തുല്യമായ ഭരണമെന്നാണ്. ബാബിലോൺ സാമ്രാജ്യത്തെ സ്വർണത്തിന് തുല്യമായിട്ടും പേർഷ്യൻ സാമ്രാജ്യത്തെ വെള്ളിക്ക് തുല്യമായും ഗ്രീക്ക് സാമ്രാജ്യത്തെ താമ്രത്തിന് തുല്യമായും പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ ഇരുമ്പിന് തുല്യമായിട്ടാണ്. അത്ര കിരാതമായ, അത്ര കഠിനമായ ഭരണമായിരുന്നു അവരുടെ ഭരണകാലത്താണ് ക്രൂശ് മരണം നിലവിൽ വന്നത്. യേശുവിന്റെ ക്രൂശ് മരണമാണ് നമുക്ക് ഓർമ്മയുള്ളത്. പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമോ, അന്ന് പലസ്തീൻ നാട്ടിൽ എവിടെ നോക്കിയാലും ക്രൂശിൽ ആൾക്കാർ കിടക്കുന്നത് കാണാം. കുറ്റവാളികൾ എല്ലാവരും കാണത്തക്ക നിലയിൽ വഴിയോരങ്ങളിൽ ക്രൂശിൽ തറച്ചിട്ടിരിക്കുക അതവരുടെ ഒരു വിനോദമായിരുന്നു റോമാക്കാരുടെ. ക്രൂശിൽ കിടക്കുന്ന ഒരു വ്യക്തി 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും മരിച്ചു എന്ന് വരികയില്ല. ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ അവനവിടെ കിടന്നു എന്ന് വരാം. അങ്ങനെ കാണുന്ന വഴിയോരങ്ങളിലും കാണുന്ന പർവ്വതങ്ങളുടെ മുകളിലും ഒക്കെ നൂറുകണക്കിന് ആൾക്കാരെ ഇങ്ങനെ ക്രൂശിൽ തറച്ചിട്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു പ്രസംഗിച്ചു നടന്നതും യേശുക്രിസ്തു ആ ക്രൂശ് മരണത്തെ നേരിട്ട് കണ്ടതും തന്റെ മരണത്തെ കുറിച്ചൊക്കെ പ്രവചിച്ചതും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് യേശു ഇങ്ങനെ ഉപമകളൊക്കെ പറഞ്ഞ് നടന്നു പോകുന്ന വഴികളിലൊക്കെ ഓരങ്ങളിൽ ക്രൂശിൽ തറച്ച് കിടക്കുന്നവരെ കാണാമായിരുന്നു. റോമാക്കാരാണ് ആദ്യമായിട്ട് ക്രൈസ്തവ മാർഗത്തിനെതിരായി വന്ന ഒരു സാമ്രാജ്യം. അതിനൊരു കാരണമുണ്ട്. പേർഷ്യക്കാരത് ചെയ്യാത്തതിന്റെ കാരണം അന്ന് ക്രൈസ്തവ മാർഗമില്ലായിരുന്നു. ബാബിലോൺ അത് ചെയ്യാതിരുന്നതും അത് തന്നെ. എന്നാൽ റോമാക്കാരുടെ കാലത്താണല്ലോ കർത്താവ് ജനിക്കുന്നതും പെന്തക്കോസ്ത് നാളിലാണല്ലോ സിയോൻ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ക്രിസ്തു മാർഗം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നതും. അന്ന് യഹൂദ മതങ്ങളിൽ നിന്നുമാണ് ക്രിസ്തു മാർഗത്തിലേക്ക് ആൾക്കാർ വന്നത്. പ്രാരംഭകാലങ്ങളിൽ യഹൂദ മതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ മാർഗത്തെയും കണ്ടിരുന്നത്. ദേവാലയത്തിന്റെ ഭാഗങ്ങളിൽ തന്നെ ശലോമോന്റെ മണ്ഡപത്തിന്റെ ഭാഗങ്ങളിലൊക്കെ അവർ ആരാധന നടത്തുമായിരുന്നു. പിൽക്കാലങ്ങളിൽ എതിർപ്പുകൾ സഹിക്കാൻ മേലാതായപ്പോൾ വീടുകളിലായി, പിന്നീട് ഗുഹകളിലായി. യഹൂദന്മാർക്ക് വളരെ വെറുപ്പായിട്ട് ഒറ്റ കാരണമാണ്, അവരുടെ മതത്തിൽ നിന്ന് വളരെയധികം ആൾക്കാർ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വന്നു എന്ന ഏക കാരണം. അന്നത്തെ ഭരണം റോമൻ ഭരണമാണ്.
അതുകൊണ്ട് റോമൻ ഭരണത്തെ അവർ സ്വാധീനിച്ചു. യഹൂദന്മാർ ക്രിസ്തു മാർഗത്തെ നിരോധിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ അവർ അണിയറ പ്രവർത്തനങ്ങൾ നടത്തി. യഹൂദന്മാരുടെ നാട്ടിൽ തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ റോമൻ ഭരണത്തിന് അത് ആവശ്യമായി വന്നു. ന്യൂനപക്ഷമായിരിക്കുന്ന ഈ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് കൊണ്ട് റോമൻ സാമ്രാജ്യത്തിന് ഗുണമൊന്നും ഉണ്ടാകില്ലെന്ന് അവിടുത്തെ രാഷ്ട്രീയ മീമാംസകന്മാർ ചിന്തിച്ചു. അതുകൊണ്ട് അവരെ പീഡിപ്പിച്ചാലും ആ പീഡനത്തിൽ ഭൂരിപക്ഷ ജനങ്ങൾക്ക് സന്തോഷമുളവാകുന്നുവെങ്കിൽ അത് തങ്ങളുടെ ഭരണത്തെ ഉറപ്പിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ റോമൻ സാമ്രാജ്യം ഭൂരിപക്ഷമായ മതമായ ജൂതമതത്തോടുകൂടി ചേർന്ന് നിന്നു. പീഡകൾ അടിച്ചുവിട്ടില്ല. യഹൂദന്മാരുടെ പീഡകൾക്ക് ന്യായമായ സഹായങ്ങൾ, മൗനാനുവാദങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പീഡനങ്ങൾ വർദ്ധിക്കുന്നതോറും ക്രൈസ്തവർ വർദ്ധിച്ചതോടുകൂടെ റോമൻ സാമ്രാജ്യത്തിനും അത് ഭീഷണിയായി. വളരെയധികം തെറ്റിദ്ധാരണകൾ അവിടെ ഉള്ള ബുദ്ധിജീവികൾ പരത്തുവാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ ശ്രേഷ്ഠതയും ക്രിസ്തീയ അനുഭവത്തിന്റെ മഹാത്മ്യവും ജീവനങ്ങളുടെ അനുഭവങ്ങളും ആയിരങ്ങളെ ഇതിലേക്ക് ആകർഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇത് വളരെ മോശമായ ഒരു മാർഗമാണെന്ന് ജനങ്ങളിൽ ധരിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളെല്ലാം ഒഴുകിയെത്തും എന്ന് മനസ്സിലാക്കി അന്നുണ്ടായിരുന്ന എല്ലാ മാധ്യമ നേതാക്കന്മാരും വളരെ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അതില് ഒരു തന്ത്രം, ക്രൈസ്തവർ മനുഷ്യരുടെ രക്തവും മാംസവും തിന്നുന്നവരാണ്. അവരെല്ലാ ഞായറാഴ്ചയും ഒന്നിച്ചുകൂടി രക്തം കുടിക്കുകയും മാംസം തിന്നുകയും ചെയ്യും. നരബലി അവർ നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മാംസമാണ് തിന്നുന്നത്. ഇത് അങ്ങ് സ്പ്രെഡ് ചെയ്തു. ചിലരൊക്കെ ഇത് അറിയാനായിട്ട് പാത്തും പതുങ്ങിയും ചെന്നു. കറികളൊക്കെ അടച്ചിട്ടിരിക്കും. കർത്തൃമേശയുടെ സമയത്തായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ കേൾക്കാം, ഇതിന്റെ മാംസം വാങ്ങി ഭക്ഷിപ്പി, ഇതിന്റെ രക്തം വാങ്ങി കുടിപ്പി. ഈ വാർത്ത കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് ഉറപ്പായി. അങ്ങനെ ക്രിസ്ത്യാനികളെ കാണുന്നതിന് എല്ലാവർക്കും വെറുപ്പായി. മനുഷ്യരെ തിന്നുന്നവർ, ഇവരെ വീട്ടിൽ കയറ്റരുത്. പിന്നെ പരമ്പരമായ മതങ്ങളെ എതിർക്കുന്നവർ, നിരീശ്വരന്മാർ, രാജാക്കന്മാരെ ബഹുമാനിക്കാത്തവർ. ആ കാലങ്ങളിൽ രാജഭക്തി വളരെ വലുതാണ്. റോമൻ ചക്രവർത്തിമാരെ ആരാധിക്കണമായിരുന്നു, നമസ്കരിക്കണമായിരുന്നു. നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ കൊന്നുകളയും. അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി അതിന്റെ മുൻപിൽ ആരാധന നടക്കും. അതിൽ രാജ്യസ്നേഹികളെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ തന്നെ അവരുപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അവരുടെ അഭിവാദ്യ രീതിയായിരുന്നു. ഒരു റോമൻ പടയാളി ഒരു റോമൻ പൗരനെയോ അല്ലെങ്കിൽ ഒരു പ്രജയോ കാണുമ്പോൾ പറയും, സീസർ നമ്മുടെ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാകുന്നു. അപ്പോൾ അവൻ പ്രതിവാദ്യം പറയേണ്ട, അതെ, സീസർ എന്റെ കർത്താവാകുന്നു. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ രാജ്യദ്രോഹിയും അവൻ നാളെ വധശിക്ഷയ്ക്ക് വിധേയപ്പെടും. ആ കാലഘട്ടങ്ങളിലാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, യേശു കർത്താവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശുവിൽ വിശ്വസിച്ച ഒരുവനെ ഒരു പടയാളി എന്ന് പറയും, ഡൊമീഷ്യൻ റോമിന്റെ ചക്രവർത്തിയാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ഭക്തൻ പറയും, അതെ, ഡൊമീഷ്യൻ റോമിന്റെ ചക്രവർത്തിയാകുന്നു, പക്ഷെ യേശു എന്റെ കർത്താവാകുന്നു. അവനെ ഒരുപക്ഷെ കൊലോസ്യത്തിലേക്കോ അല്ലെങ്കിൽ ക്രൂശിലേക്കോ കൊണ്ടുപോകുകയാണ്. അങ്ങനെ ക്രൈസ്തവ മാർഗം റോമൻ സാമ്രാജ്യത്തിന് ഒരു ഭീഷണിയായതായിട്ടും അവർ ഈ രാജ്യത്തെ അട്ടിമറിക്കുന്നവരും മറ്റൊരു രാജാവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുമുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ റോമാക്കാർക്കും യഹൂദന്മാർക്കും ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ റോമൻ ഭരണകർത്താക്കൾ ക്രൈസ്തവ മാർഗം നിരോധിച്ചു. പ്രസംഗിക്കുന്നവരെ കൊല്ലുക, യോഗം നടത്തുന്നവരെ കൊല്ലുക, ആരാധിക്കുന്നവരെ കൊല്ലുക, ബൈബിൾ വിശ്വസിക്കുന്നവരെ കൊല്ലുക. ആ കൊലപാതകങ്ങളൊക്കെ വലിയ വലിയ ഭയാനകമായ രീതികളിലായിരുന്നു. അവരുടെ കൊലോസ്യം, അവരുടെ രംഗസ്ഥലം, കളി കാണുന്ന സ്ഥലമാണ്. അവരുടെ വലിയ സ്റ്റേഡിയം. അവിടെ അവർ എന്ത് കളിയാണ് കണ്ടുകൊണ്ടിരുന്നത്?
ക്രിസ്തുവിൽ വിശ്വസിച്ച ഭക്തന്മാരെ ആ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കടുവായുടെയും കരടിയുടെയും പുള്ളിപ്പുലിയുടെയും സിംഹത്തിന്റെയും മുൻപിൽ ജീവനോട് വലിച്ചെറിയും. അതിവരെ കടിച്ചു കീറി തിന്നുന്നത് കണ്ട് അവർ കൈയടിച്ച് പാട്ടുപാടി സന്തോഷിക്കും. അവരെ കൊണ്ടുപോയി ക്രൂശിക്കും. മറ്റൊന്ന്, 2 മരങ്ങളിൽ, പൈൻമരം പോലുള്ള മരങ്ങളിൽ പിടിച്ചു കെട്ടും കൈകാലുകൾ. ആ മരവും പിടിച്ചു കെട്ടും. എന്നിട്ട് അതിന് ചുവട്ടിൽ ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ട് പറയും, നിങ്ങളുടെ ചക്രവർത്തി ആരാണ്? ഡൊമീഷ്യനാണോ? അതെ, അതെ എന്ന് മറുപടി പറയും. നിങ്ങളുടെ കർത്താവ് ആരാണ്? ഡൊമീഷ്യനാണോ? ആ കെട്ടപ്പെട്ട വിശ്വാസിയാണെങ്കിൽ പറയും യേശുവാണെന്ന് പറയും. അപ്പോഴേക്കും ഈ മരത്തിന്റെ കെട്ടുകൾ വാളുകൊണ്ട് അഴിച്ചു മാറ്റും. ഈ മരം വില്ലുപോലെ 2 സൈഡിലേക്ക് പോകുമ്പോൾ ഈ കാലുകൾ പരിഞ്ഞ് കീറി അതിന്റെ കുടൽമാലകൾ താഴോട്ട് വീഴും. ഇത് കണ്ടു നിൽക്കുന്ന അടുത്ത വ്യക്തിയോട് ചോദിക്കും, നമ്മുടെ ചക്രവർത്തി ആരാണ്? ഡൊമീഷ്യൻ. നിന്റെ കർത്താവ് ആരാണ്? യേശുക്രിസ്തു. അവരെയും പിടിച്ചിരുന്നു. ഇങ്ങനെയുള്ള പീഡകളാണ് അവർ നടത്തിയത്. എരുതിയിൽ വലിച്ചെറിയുക, വയറ്റിൽ വെള്ളമടിച്ചു കയറ്റി കൊല്ലുക, തണുപ്പുറഞ്ഞ ജലാശയത്തിൽ കൊണ്ടുപോയി നിർത്തുക, ഇതൊക്കെയായിരുന്നു അവരുടെ ശിക്ഷാ നടപടികൾ. അതുകൊണ്ടാണ് ആ ഭരണത്തെ ഇരുമ്പിന് സദൃശ്യമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ, റോമൻ സാമ്രാജ്യം നശിച്ചുപോയി. സ്തോത്രം, 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 സ്തോത്രം. കാരണം നിയമം കൊണ്ടും പീഡനം കൊണ്ടും മാധ്യമങ്ങളുടെ തെറ്റായ പദ്ധതി കൊണ്ടും നുണപ്രചരണം കൊണ്ടും തന്ത്രം കൊണ്ടും അടവ് കൊണ്ടും പണം കൊണ്ടും തകർക്കുവാൻ കഴിയുന്നതല്ല ക്രിസ്തുവിന്റെ മാർഗം. ഹല്ലേലൂയ. കാരണം അത് അമേരിക്കയുടേതല്ല, കാരണം അത് രക്ഷയുടേതല്ല, കാരണം അത് പോൾ ഗോപാലകൃഷ്ണന്റേതല്ല, കാരണം അത് ഇവിടെ ഇരിക്കുന്ന ആരുടെയുമല്ല, അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവത്തിന്റെ മാർഗമാണിത്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക, കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമിയെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, സമുദ്രങ്ങളെ സൃഷ്ടിച്ച, സകല ഗോളങ്ങളെ സൃഷ്ടിച്ച, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ മാർഗമാണ് ഈ മാർഗമായതുകൊണ്ട് ഒരു വ്യക്തിക്കോ, ഒരു ഭരണകർത്താവിനോ, ഒരു സംഘടനയ്ക്കോ, പോക്കിനോ, ആയുധങ്ങൾക്കോ, നിയമങ്ങൾക്കോ, പോലീസിനോ, പട്ടാളത്തിനോ, അതേ പണത്തിനോ, നുണപ്രചരണത്തിനോ ഇതിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ഈ മാർഗം 2000 വർഷമായി നിന്നത്. നമ്മുടെയൊക്കെ മാർഗമായിരുന്നെങ്കിൽ ഇത് തകർന്നു പോയനും. അമേരിക്കയുടെ മാർഗമായിരുന്നു ഇതെങ്കിൽ ഇത് തകർന്നു പോയനും. യൂറോപ്പിന്റെ മാർഗമായിരുന്നു ഇതെങ്കിൽ ഇത് തകർന്നു പോയനും. ഇതൊരു മതമായിരുന്നെങ്കിൽ അത് തകർന്നു പോയനും. ഇത് സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചതാകയാൽ ഇതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. വളരെ ദുഃഖകരമായൊരു കാര്യം, ആരിതിനെ തകർക്കുവാൻ നോക്കുമോ അവർ ചരിത്രത്തിൽ തകർക്കപ്പെട്ടവരായി മാറുമെന്നുള്ളതാണ്. അത് ഒരു വലിയ പാഠമാണ്. നമുക്ക് ആർക്കും അത് സംഭവിക്കാതിരിക്കട്ടെ. ദൈവിക മാർഗത്തിനെതിരായി നമ്മുടെ കരങ്ങൾ ചലിക്കരുത്, നമ്മുടെ ആദരങ്ങൾ ചലിക്കരുത്, നമ്മുടെ പ്രവൃത്തികൾ ചലിക്കരുത്. സ്വത്രം, സ്വത്രം. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കാതെ പോകാം. സ്വർഗത്തിലെ ദൈവത്തെ എതിർത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ജലവും നാം നിൽക്കുന്ന ഭൂമിയും നാം കാണുന്ന സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ച ദൈവത്തെ എതിർത്ത് ആർക്കും ഇവിടെ ജീവിക്കുവാൻ കഴിയും? ആർക്കും സാധിക്കുകയില്ല. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇരുമ്പിന് തുല്യമായ റോമൻ സാമ്രാജ്യവും ഇവിടെ തകർന്നുപോയി. ബൈബിൾ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്നെ ബാബിലോൺ സാമ്രാജ്യമുണ്ടായി മാറിപ്പോയി. മേദ്യ പേർഷ്യ സാമ്രാജ്യമുണ്ടായി മാറിപ്പോയി. ഗ്രീക്ക് സാമ്രാജ്യമുണ്ടായി
മാറിപ്പോയി. റോമൻ സാമ്രാജ്യമുണ്ടായി മാറിപ്പോയി. പക്ഷേ യേശുവിന്റെ വരവിൽ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളെല്ലാം വേണം. ബാബിലോണിൽ നിന്ന് ശേഷിച്ച് ഇറാഖായി, പേർഷ്യയിൽ നിന്ന് ശോഷിച്ച് ഇറാനായി, ഗ്രീക്ക് സാമ്രാജ്യം ശോഷിച്ച് ഗ്രീസായി, റോം ശേഷിച്ച് ഇറ്റലിയായും ഇന്ന് നിലകൊള്ളുന്നു. അടുത്തത് കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള ഭരണമാണ്. ഈ കാലുകൾ ഈ ബിംബത്തിന് രണ്ടുള്ളത് പോലെ ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളാണ്. ഈ കൈകൾ ഇതിന് രണ്ടുള്ളത് പോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രണ്ട് മേഖലകളുണ്ട്, മേധ്യ, പേർഷ്യ. റോമൻ സാമ്രാജ്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് കാലുകൾ രണ്ടാണ്. റോമൻ സാമ്രാജ്യം തന്നെ രണ്ടായിട്ട് വിഭജിച്ച ചരിത്രം നമുക്കറിയാം. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഭരണത്തിന്റെ എല്ലാ മേഖലകളെയും വ്യാഖ്യാനിക്കുന്നതാണ്. അതിന് നമ്മുടെ മുമ്പിൽ സമയമില്ല. സമയമുണ്ടെങ്കിൽ തന്നെ അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവോ അറിവോ എനിക്കില്ല. ഇരുമ്പും കളിമണ്ണും. റോമൻ സാമ്രാജ്യത്തിന് ശേഷം നാളിതുവരെയുള്ള ഭരണം നമ്മൾ നോക്കിയാൽ ചിലടത്തൊക്കെ ഇരുമ്പ് പോലെയുള്ള ഭരണം നമ്മൾ കണ്ടു. എന്നാൽ ചിലടത്തൊക്കെ കളിമണ്ണ് പോലെ. അടുത്ത പ്രഭാതത്തിൽ അത് കാണുന്നില്ല. ചൈനയും റഷ്യയും ഒക്കെ ഒരുപക്ഷെ ഇരുമ്പ് പോലെ കുറെ നാൾ നിന്നെങ്കിലും മറ്റു ചില രാജ്യങ്ങളൊക്കെ എത്ര എളുപ്പമാണ് കളിമണ്ണ് പോലെ തകർന്നു പോയത്. തുടർന്നുള്ള ഭരണത്തിന്റെ എല്ലാ ചരിത്രങ്ങളും പഠിച്ചാൽ ഇതിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞ് ഞാൻ ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാനാണ്. കളിമണ്ണും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ ഭാഗം. ഇപ്പോൾ ഈ രാഷ്ട്രീയ സ്കെയിൽ എവിടം വരെ വന്നു നോക്കുക. ഈ സ്വർണം കൊണ്ടുള്ള തല BC 606. BC 606 മുതൽ യേശുവിന്റെ ഭരണം വരെയുള്ള ഒരു സ്കെയിലാണിത്. അങ്ങനെയാണെങ്കിൽ BC 606 മുതൽ ഇത്രയും 70 വർഷം, പിന്നെ ഏകദേശം 200 വർഷം, പിന്നെ 150 വർഷം, പിന്നെ റോമൻ ഭരണം. ഇപ്പോൾ നമ്മൾ എവിടെ വന്നിരിക്കുന്നു? ദാനിയേൽ യേശുവിന്റെ ഭരണം കണ്ടത് BC 606 നിന്നുകൊണ്ടാണ്. വളരെ അകലെ നിന്നുകൊണ്ടാണ് ദാനിയേൽ യേശുവിന്റെ ഭരണം കണ്ടത്. എന്നാൽ പൗലോസ് യേശുവിന്റെ ഭരണം കണ്ടത് ഏതാണ്ട് റോമാക്കാരുടെ കാലത്ത് കാലിന്റെ വരെ വന്നു. ഇപ്പോൾ തന്റെ രാജ്യം, അതുകൊണ്ടാണ് രാജ്യം സമീപിച്ചിരിക്കുന്നൊക്കെ താൻ പറഞ്ഞത്. കാരണം അത്രയും അടുത്ത് പോയി. രാജ്യം ഇപ്പോൾ വെളിപ്പെടും. അടുത്തു നിന്ന് താൻ കാണുകയാണ്. പൗലോസിന്റെ കാലം 2000 വർഷം മുമ്പ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇപ്പോൾ എവിടെ വന്നിരിക്കുകയാണ്? ഞാനും നിങ്ങളും ഏകദേശം ഒരു വർത്തമാന കാലത്തിന്റെ അടുക്കൽ എത്തിയിരിക്കുക. സ്വന്തം മക്കൾ ഓർക്കണം, യേശുവിന്റെ രാജ്യത്തിലേക്ക്, നല്ല ഭരണത്തിലേക്ക് ഇനി അധികം കാലമില്ല. നഗരങ്ങളെ ശ്രദ്ധിക്കാം. ഈ ഭരണത്തിന് വേറൊരു കുഴപ്പവും കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൂട്ടുമന്ത്രിസഭയെ കുറിച്ച് ഇന്നെങ്കിൽ 2600 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചതാണ് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു കാര്യം, തല രംഗം കൊണ്ടും വെള്ളി കൊണ്ട് നെഞ്ചും കൈകളും, ഈ അരഭാഗം താമരം കൊണ്ടും തുടഭാഗം ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയിട്ട് ഈ കാൽഭാഗം കളിമണ്ണും ഇരുമ്പും കൊണ്ട്, കാലാണല്ലോ ഉറച്ചു നിൽക്കേണ്ടത്, അങ്ങനെ ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ആടിക്കൊണ്ടിരിക്കും. എത്ര മിടുക്കൽ ഭരിച്ചാലും ആട്ടം ദൃശ്യമായിരിക്കും. സ്വത്രം സ്വത്രം സ്വത്രം. ഇനി ഇവിടെ ആര് ഭരിച്ചാലും ആടിക്കൊണ്ടിരിക്കുന്നത്. ആ ആട്ടങ്ങൾ വിപുലമായ നിലകളിൽ കാണുവാൻ കഴിയും. ഇത് കാണുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ആകയാൽ ഇളകാത്ത രാജ്യം. ഈ ആട്ടത്തിന്റെ മേഖലയെ കണ്ടുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായ ദൈവത്തെ സ്തുതിപ്പീൻ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇളകുന്ന ഒരു ഭരണം, ഒരു കൂട്ടുമന്ത്രിസഭ. 2600 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഇനി ആ കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ലിന് ഇനി അധികം സമയം
ഉണ്ടായിരിക്കുകയില്ല, അധികം സമയം ഉണ്ടായിരിക്കുകയില്ല. ഈ കല്ലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം ഇടയ്ക്ക് വിട്ടിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. നാളെ ഈ വിഷയത്തിന്റെ ഒരു കൺക്ലൂഷൻ ആയിരിക്കും. കൈ തൊടാതൊരു കല്ല് വരും. ആ കല്ല് ഈ സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും കളിമണ്ണും ഒക്കെയുള്ള ഈ രാഷ്ട്രീയ ബിംബത്തെ തച്ചുടച്ചു മാറ്റുന്നു. ആ പർവ്വതം, ആ കല്ല് ഒരു പർവ്വതമായി തീരും. അതിന്റെ വ്യാഖ്യാനം ഇവിടെ പറയുന്നുണ്ട്. ആ കല്ലിന്റെ അർത്ഥം എന്താണ്, വെള്ളിയുടെ അർത്ഥം എന്താണ്, സ്വർണത്തിന്റെ അർത്ഥം എന്താണ്, താമ്രത്തിന്റെ അർത്ഥം എന്താണ്, കളിമണ്ണിന്റെ അർത്ഥം എന്താണ് എന്ന് പറയുന്നുണ്ട്. ആ കല്ല് ക്രിസ്തുവിനോടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭരണത്തോടാണ് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്.